ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ ആമസോണിൽ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യൂരിയോസിറ്റി കാരണം ഞാൻ തന്നെ ഇത് പൊട്ടിച്ച് നോക്കി. കാരണം ഞാൻ ആമസോണിൽ നിന്നൊന്നും ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഡബിൾ ചെക്ക് ചെയ്തു, ഇനി അറിയാതെ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ. പ്രായമൊക്കെ ആയി, അപ്പം എൻ്റെ ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടോ നോക്കി, പക്ഷേ ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അഡ്രസ്സ് വരെ മാറിപ്പോയാണെന്ന് നോക്കിയപ്പോൾ എൻ്റെ പേരും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ. അപ്പോൾ പിന്നെ ഇത് ആരുടെ അയച്ചെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കാരണം ഞാൻ അത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഞാൻ ആകപ്പാടെ സർപ്രൈസായി. കാരണം ഇത് നമ്മുടെ പെങ്കൊച്ച് നമുക്ക് വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ നമുക്കിതെന്താണെന്ന് പൊട്ടിച്ച് നോക്കാം. ഞാൻ ഓൾറെഡി പൊട്ടിച്ച് കണ്ടുകൊണ്ടൊന്ന് സർപ്രൈസായി, ഒന്നുകൂടെ ഞെട്ടിയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പെങ്കൊച്ച്, നമ്മുടെ സഹചാരി നമുക്ക് ഗിഫ്റ്റ് ചെയ്ത വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഗിഫ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത് ആരാണ് എനിക്ക് അയച്ചെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട്. സോ അതിൻ്റെ ആക്രാന്തത്തിലാണ് ഞാൻ ഇതൊക്കെ പൊട്ടിച്ച് നോക്കിയത്. ഞാൻ നേരെ അവളെ കോൺടാക്ട് ചെയ്തപ്പോഴേക്കും അവൾ പറഞ്ഞു അവളാണ് അയച്ചത്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു. ഇതെന്താല്ലേ, ഇതൊക്കെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുക? ഇഷ്ടപ്പെട്ട ഒരു സാധനം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ക്രൈസായിട്ടുള്ളൊരു സാധനം നമുക്ക് അയച്ചു കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ എന്താ പറയുക, വട്ടായിപ്പോവും ഗൈസ്. അപ്പോൾ ഒന്നാമത് എനിക്ക് ബീറ്റിൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ദിവസം അവളോട് ഇങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്തു, എനിക്ക് ബീറ്റിലിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. സോ അതുകൊണ്ടായിരിക്കും അവളിത് സെലക്ട് ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ട ഇതിൻ്റെ കളറാണ്. ആൻഡ് പെയിൻറ്റ് ജോബ് ഒരു രക്ഷയില്ലാത്ത പെയിൻറ്റ് ജോബാണ്. അടിപൊളി ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പെയിൻറ്റ് ജോബ് ആണെങ്കിലും ഭയങ്കര ഫിനിഷിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കിത് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ റെഡ് നിങ്ങൾ നേരിട്ട് കാണണം ഗൈസ്, ഒരു രക്ഷയില്ലാത്ത റെഡാണ്, ഒരു രക്ഷയില്ലാത്ത. വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ടായിരിക്കും അവൾ ആ റെഡ് സെലക്ട് ചെയ്തത്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത റെഡാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പോളോ GTയിൽ കണ്ടുകൊണ്ടിരുന്ന റെഡ് ഉണ്ടല്ലോ, ഞാനത് വേറൊരു വണ്ടിയിലോ വേറൊരു മോഡലിലോ ഒന്നും കണ്ടിട്ടില്ല. അതുപോലെ ഇത്രയും ഫിനിഷായിട്ടൊരു പെയിൻറ്റിങ് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മോഡലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം അത്രയും ക്യൂട്ടായിട്ട് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണിത്. അപ്പോൾ എന്താ പറയുന്നത്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. സോ എനിക്ക് താങ്ക്സും പറയാൻ പറ്റില്ല. നേരെ പോയി താങ്ക്സ് പറഞ്ഞ് ചിലപ്പോൾ എന്നെ കാലേവാരി അലക്കും. അവൾ ഇങ്ങനെ കാർ കളക്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. അപ്പോൾ കാറുകളെക്കുറിച്ച് അവൾക്ക് ഒന്നും അറിയത്തില്ലാത്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ കൂടിയാണ് അവൾക്ക് ഇതുപോലത്തെ ചെറിയൊരു ഭ്രാന്ത് പിടിപെട്ടത്. സോ നമ്മുടെ സെയിം വൈബുള്ള ഒരാളെ കിട്ടുന്നത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും എന്താ പറയുന്നത് ലക്കായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാർ മേടിക്കണം, അല്ലെങ്കിൽ ഒരു കാർ ഞാൻ ഇതുപോലെ കണ്ടു, അത് മേടിക്കണോ എന്നിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ അവൾ ചോദിക്കും എന്താണ് ആലോചിക്കാതിരിക്കുന്നത്, പോയി മേടിച്ചേക്കാമെന്നും പറഞ്ഞ് അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എൻ്റെ എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ നിന്ന് എന്താ പറയുന്നത്, എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റാണ്. മൊത്തത്തിൽ ഗിഫ്റ്റിൽ എനിക്ക് ആദ്യമായി കിട്ടിയൊരു ഗിഫ്റ്റാണ്. അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെ ഗിഫ്റ്റ് കിട്ടിയത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഗിഫ്റ്റൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടട്ടെ. അപ്പോൾ നിങ്ങളും ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുക വാലൻറ്റൈൻസ് ഡേ ആയിട്ട്. ഇനിയിപ്പം സിംഗിളായിട്ടിരിക്കുന്നവരാണെങ്കിലും ആർക്കെങ്കിലുമൊക്കെ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്കും ഗിഫ്റ്റുകളൊക്കെ കിട്ടട്ടെ എന്ന് എന്താ പറയുന്നത് വിഷ് ചെയ്യുന്നു. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ അവളോടൊരു താങ്ക്സ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ പറഞ്ഞ ചിലപ്പോൾ അവൾ എന്നെ നല്ല ഇടിയിടിക്കും. സോ നേരിട്ട് പോയിട്ടൊരു താങ്ക്സ് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.